ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. എനിവേ ഇന്ന് അതിന് പറ്റിയ വെതറാണ്. പുറത്ത് നല്ല മഴയും തണുപ്പും. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മഷ്റൂം ഓംലെറ്റ് ആയിക്കൂടാ? അടിപൊളിയായിരിക്കും അല്ലേ? ഇതിന് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഓഫ് കോഴ്സ് നമുക്ക് മഷ്റൂം വേണം. ഞാനിവിടെ ബട്ടർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്, ഒരു 4 പീസ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള. അവരതിൽ സ്പിനച്ച് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ സ്പിനച്ച് ഇല്ല, അതുകൊണ്ട് ഞാൻ ചെറിയ ടൊമാറ്റോസാണ് പകരം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു. ശേഷം നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഞാനതിലേക്ക് കുറച്ച് പാലൊഴിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പാലൊഴിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും പെപ്പറും ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടാം കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടായ ശേഷം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സവാളയും മഷ്റൂമും നമ്മൾ സോട്ട് ചെയ്തെടുക്കണം ഒരു 2 മിനിറ്റ്. പിന്നെ നമ്മുടെ ടൊമാറ്റോസ് ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ, അതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. പിന്നെ അതൊന്ന് കുക്കായി വരുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 5 to 8 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുക. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഇനിയാണ് കഥ മാറാൻ പോകുന്നത്. ആ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷേ ശരിയായില്ല. സാരമില്ല, എന്താണെങ്കിലും നമ്മൾ മുറിച്ചാണല്ലോ ഇത് കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്യുന്നതിൽ തെറ്റില്ല. ഞാനത് സ്ക്രാമ്പിൾഡ് ഒക്കെ ആക്കി. പ്ലാൻ എ പൊളിഞ്ഞാൽ പ്ലാൻ ബി. പിന്നെ ചുമ്മാ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കുറച്ച് സോസൊക്കെ ഒഴിച്ചു. വെറും കാര്യമൊന്നുമില്ല, അതില്ലാണ്ട് നമുക്ക് കഴിക്കാം. എന്താണെങ്കിലും നമുക്കിതൊന്ന് ചൂടോടെ കഴിച്ചു നോക്കാം. ചൂടോടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, കാരണം തണുത്ത് കഴിഞ്ഞാൽ ആ മഷ്റൂമിൻ്റെയും മുട്ടയുടെയൊക്കെ ടേസ്റ്റ് അങ്ങ് മാറും. എന്താണെങ്കിലും അടിപൊളി റെസിപ്പി ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. നമുക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂർ തന്നെ വിശക്കില്ല. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.